ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബജറ്റ് സെറ്റ് തുടങ്ങിയ ആശയങ്ങളാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത്. അതുമായി ബന്ധമുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്താണ് ഒരു ബജറ്റ് ലൈൻ? വാട്ട് ഡസ് ദ ബജറ്റ് ലൈൻ ഷോ? എന്തായിരുന്നു ഒരു ബജറ്റ് ലൈൻ? എന്തായിരുന്നു? യെസ്, ഇറ്റ്സ് എ ലൈൻ joining the bundles which cost exactly equal to income of the consumer. ഈ ബജറ്റ് രേഖ വരയ്ക്കുന്നത് ചില ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്താണെന്നറിയുമോ? അതായത് ഒരു ബജറ്റ് രേഖ ആശ്രയിക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ബജറ്റ് ലൈൻ ഡിപ്പെൻഡ്സ് ഓൺ ടു തിങ്സ്. എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടോ? ഇൻകം ഓഫ് ദ കൺസ്യൂമർ M ആൻഡ് പ്രൈസസ് ഓഫ് ടു ഗുഡ്സ് P1 ആൻഡ് P2 അല്ലേ? അതായത് ഒരു ഉപഭോക്താവിൻ്റെ നിശ്ചിത വരുമാനത്തിലും സാധനങ്ങളുടെ നിലവിലെ വിലയിലും അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ബണ്ടിലുകൾ വരുമാനം മുഴുവൻ ചെലവാക്കുമ്പോൾ അതാണ് ഒരു ബജറ്റ് രേഖ വരയ്ക്കുന്നത്, ബജറ്റ് രേഖ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ബജറ്റ് രേഖയിൽ ഒരു ഫിക്സഡ് ഇൻകം ഉണ്ട്, ഗിവൺ പ്രൈസസ് ഓഫ് ദ ടു ഗുഡ്സും ഉണ്ടാകും. അപ്പോൾ ഈ ബജറ്റ് രേഖയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളിൽ മാറ്റമുണ്ടാകണം? അല്ലെങ്കിൽ ഒരു ബജറ്റ് സെറ്റിൽ മാറ്റമുണ്ടാകണമെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളിൽ മാറ്റമുണ്ടാകണം? ബജറ്റ് രേഖ ആശ്രയിക്കുന്ന രണ്ട് ഘടകങ്ങളായ ഇൻകം ഓഫ് ദ കൺസ്യൂമറും പ്രൈസസ് ഓഫ് ദ ടു ഗുഡ്സും മാറിയാൽ മതി. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന ഭാഗം ബജറ്റ് രേഖയിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ചേഞ്ചസ് ഇൻ ദ ബജറ്റ് ലൈൻ. ഞാനിപ്പോൾ പറഞ്ഞ ഇൻട്രൊഡക്ഷനിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് ബജറ്റ് രേഖയിൽ മാറ്റമുണ്ടാകുന്നത്? ചേഞ്ച് ഇൻ ബജറ്റ് ലൈൻ ഒക്കേഴ്സ് ഇഫ് ദർ ഈസ് നമ്പർ 1 ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, നമ്പർ 2 change in the price of good 1, number 3 change in the price of good 2. ഈ മൂന്ന് കാര്യങ്ങൾ മാറുമ്പോൾ ബജറ്റ് രേഖ മാറ്റമുണ്ടാകും. അപ്പോൾ ഒരു കാര്യം കൂടെ അതുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കി വെക്കണം. ചേഞ്ച് എന്ന് പറയുമ്പോൾ മാറ്റമെന്നാണ് മലയാളത്തിൽ പറയുക. ഈ മാറ്റം എങ്ങോട്ടാണ്? ഒന്നുകിൽ ഇൻക്രീസ് ആകാം, അല്ലെങ്കിൽ ഡിക്രീസ് ആകാം. ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങളിൽ ഓരോ ഘടകങ്ങളിലും രണ്ട് മാറ്റങ്ങളുണ്ടാകുന്നു. ഏതൊക്കെയാണ്? ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഒപ്പം ഡിക്രീസ് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമറും വരാം. ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് 1 വരുമ്പോൾ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് 1 വരും, ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് 1 വരും. ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് 2 വരുമ്പോൾ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് 2, ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് 2. അതായത് 6 സന്ദർഭങ്ങളിൽ, മൊത്തം 6 സന്ദർഭങ്ങളിൽ ബജറ്റ് രേഖയ്ക്ക് എന്തുണ്ടാകുന്നു? മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ 6 കേസസാണ് നമ്മൾ ഇന്നിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ചേഞ്ച് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ ഇൻകം മാറുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ബജറ്റ് രേഖയിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ ആദ്യ കേസ് ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള വരുമാനം കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്രയശേഷി വർദ്ധിക്കുകയാണ്, നമ്മുടെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അത് ബജറ്റ് രേഖയിൽ എന്ത് മാറ്റമുണ്ടാക്കും എന്ന കാര്യമാണ് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഇതിനായി നമുക്കൊരു ന്യൂമറിക്കൽ എക്സാമ്പിളിലൂടെ കാര്യം മനസ്സിലാക്കി പൊതുകാര്യത്തിലേക്ക് പൊതുവായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? ഈ പ്രോബ്ലം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ന്യൂമറിക്കൽ എക്സാമ്പിൾ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. ബജറ്റ് ലൈൻ വരപ്പിച്ചപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ചോദ്യം തന്നെ നമ്മൾ
ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാം. എന്താണ് ആ ചോദ്യത്തിൽ പറയുന്നത്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് ₹12. ദാറ്റ് ഈസ് എം ഈസ് ₹12. പ്രൈസ് ഓഫ് ഗുഡ് 1 P1 ഈസ് ₹4. പ്രൈസ് ഓഫ് ഗുഡ് 2 ₹2. ഇതാണ് ഇനിഷ്യൽ അവസ്ഥ. ഇത് വെച്ച് ബജറ്റ് ലൈനിലെ പല ഇൻ്റർസെപ്റ്റുകൾ കാണാനും ഒക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബജറ്റ് രേഖ വരച്ചും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻകം വർദ്ധിക്കുന്നു എന്ന് പറയുകയാണ്. ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ് ടു ₹20. ദെൻ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബജറ്റ് ലൈൻ എന്നാണ് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ പ്രൈസ് ഓഫ് ഗുഡ് 1ഉം പ്രൈസ് ഓഫ് ഗുഡ് 2ഉം മാറുന്നില്ല, 4-2 തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഉപഭോക്താവിൻ്റെ വരുമാനം എത്രയായിട്ട് കൂടി? 12-ൽ നിന്ന് 20 കൂടി. ആ മാറ്റത്തിനെ നമ്മൾ M' എന്ന് കൊടുക്കുക. മാറ്റത്തിനെ അറിയാൻ വേണ്ടി M മാറി എന്താകുന്നു? 20 എന്ന M' മാറ്റപ്പെട്ടു. ഈ കേസിൽ എങ്ങനെയാണ് ബജറ്റ് ലൈനിലെ മാറ്റം നമുക്ക് നോക്കാം. ആദ്യം ബജറ്റ് രേഖയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിൽ, അതായത് 12-4-2 ഡേറ്റ പ്രകാരം ബജറ്റ് രേഖയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതും? P1 x1 പ്ലസ് P2 x2 ഇസ് ഈക്വൽ ടു M എന്നാണ് എഴുതുന്നത്. അതായത് 4x1 പ്ലസ് 2x2 ഇസ് ഈക്വൽ ടു 12. ഇത് ഇനിഷ്യൽ ഇക്വേഷനാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? മാറ്റമുണ്ടാകുന്നതിന് മുമ്പുള്ള ഇക്വേഷനാണ്. കൂടാതെ മറ്റൊരു ഇക്വേഷനുണ്ട്. എന്താണ്? x2 ഇസ് ഈക്വൽ ടു m/p2 മൈനസ് p1/p2 ഇൻറ്റു x1. അത് സോൾവ് ചെയ്യുന്ന വിധം കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇനിഷ്യൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റാണ്. ഇനിഷ്യൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എപ്പോഴാണ്? ഇൻകം മാറുന്നതിന് മുമ്പുള്ള കേസാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ പറയൂ, m/p2 that is equal to 12 divided by p2 is 2, that is 6 ആണ്. അതേപോലെ ഇനിഷ്യൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് m/p1 that is equal to 12 divided by 4 is equal to 3. അപ്പോൾ ഇൻകം മാറുന്നതിന് മുമ്പുള്ള ഇൻ്റർസെപ്റ്റുകൾ 6ഉം 3ഉമാണ്. ഇതിൻ പ്രകാരം നമുക്കൊരു ബജറ്റ് രേഖ വരയ്ക്കാം. ഇനിഷ്യൽ ബജറ്റ് രേഖ വരയ്ക്കാൻ സാധിക്കും. നമുക്ക് ഈ ഗ്രാഫ് നോക്കുക. ബനാന എന്ന ഗുഡ് 1 x ആക്സിസിലും മാംഗോ y ആക്സിസിലുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇൻ്റർസെപ്റ്റുകൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബജറ്റ് രേഖ വരയ്ക്കാൻ സാധിക്കും. എല്ലാ ബണ്ടിലും അറിയണമെന്നില്ല. എങ്ങനെയാണ്? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 6 വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് മീൻസ് ഗുഡ് 2വിൻ്റെ പരമാവധി അളവുകൾ മൊത്തം വരുമാനം ഗുഡ് 2വിൽ ചിലവാക്കുമ്പോൾ 6. പരമാവധി എത്രണ്ണം വാങ്ങാം? 12 രൂപ കൊണ്ട്. ഈ പോയിന്റിലായിരിക്കും 6 വരിക. കാരണം മാംഗോയുടെ അളവ് 6. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, ഇനിഷ്യൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 3. ഹൊറിസോണ്ടൽ ആക്സിസിൽ ഗുഡ് 1 ബനാനയുടെ അളവാണ്, ദാറ്റ് ഈസ് 3. ഈ 2 പോയിൻറ്റ്സ് ഇൻ്റർസെപ്റ്റ് യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ബജറ്റ് രേഖ കിട്ടും. ഇതാണ് ഇനിഷ്യൽ ബജറ്റ് ലൈൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഇക്വേഷനാണ് 4x1 പ്ലസ് 2x2 ഇസ് ഈക്വൽ ടു 12. 12 രൂപ വരുമാനത്തിൽ 4-2 വിലകളിൽ ഉള്ള ബജറ്റ് രേഖ, ബണ്ടിലിൽ ഉൾപ്പെടുന്ന രേഖയാണിത്. ഇതാണ് m/p2. 6. 3 എന്ന് പറയുന്നത് m/p1. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചോണം. സ്ലോപ്പാണ്. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് p1/p2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 2. ഈ ഡേറ്റ പ്രകാരം 12-4-2 ഇപ്പോഴത്തെ ബജറ്റ് രേഖയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2. ചേഞ്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിന്നായിരിക്കും മാറ്റമുണ്ടാകുന്നത്.
ബജറ്റ് രേഖയ്ക്ക് മാറ്റം ഉണ്ടാകുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മളവിടെ കാണിക്കണം. ഏത് മാറ്റത്തെക്കുറിച്ച് പറയുമ്പോഴും എക്കണോമിക്സിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വരും ചാപ്റ്ററുകളിലൊക്കെ ഈ ചേഞ്ചുമായി ബന്ധപ്പെട്ട നിരവധി ആസ്പെക്റ്റുകൾ വരും. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റാറ്റസ് എന്താണോ അത് ഗ്രാഫിലായാലും പ്രോബ്ലത്തിലായാലും കാണിക്കണം. കാരണം അതറിഞ്ഞെങ്കിലേ മാറ്റത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് മാറ്റത്തിലേക്ക് പോകാം. ഇപ്പോൾ 12 അല്ല വരുമാനം, ഇൻകം എത്രയായിട്ട് കൂടി? എമ്മിൽ നിന്ന് എം ഡാഷ് ആയി എന്നുവെച്ചാൽ അർത്ഥം 12-ൽ നിന്ന് 20 കൂടി. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്തിലൊക്കെ മാറ്റം വരും? നമ്മൾ തൊട്ടു മുമ്പ് എഴുതിയ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരും. എന്തൊക്കെയാണ്? ഇക്വേഷൻ ഓഫ് ദ ബജറ്റ് ലൈൻ, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, സ്ലോപ്പ്. ഈ 4 കാര്യങ്ങളിൽ മാറ്റം വരും. കൂടാതെ ഈ ബജറ്റ് രേഖയ്ക്കൊരു മാറ്റവും ഉണ്ടാകും, ഒരു ചേഞ്ചും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ഓരോ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട്, മാറ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏത് ബജറ്റ് രേഖയുടെ മാറ്റമാണെങ്കിലും നമ്മൾ 6 കേസിലും ഇതേ സീക്വൻസിലാണ് പോകുന്നത്. ആദ്യത്തേത് ന്യൂ ഇക്വേഷൻ ഓഫ് ബജറ്റ് ലൈൻ. അതെങ്ങനെ എഴുതും? നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M എന്നാണ് യഥാർത്ഥ ഇക്വേഷൻ. പക്ഷെ നിലവിൽ ഇപ്പോൾ എന്തായി മാറി? ഇൻകം കൂടിയത് കൊണ്ട്, ചേഞ്ച് ആയതുകൊണ്ട് നമ്മളിതിനെ M ഡാഷ് എന്നും കൊടുക്കുന്നു. എളുപ്പമാണ്, അതും വ്യത്യാസമൊന്നുമില്ല. നേരത്തെ അറിയാവുന്നൊരു കാര്യം, ചേഞ്ചിൽ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാവുന്ന ഇക്വേഷൻ മാത്രം. ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനൊരു നൊട്ടേഷൻ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. എങ്ങനെ വരും? P1-ൽ മാറ്റമില്ല. ഇപ്പോൾ നമ്മൾ ഡേറ്റ ഇതാണ്, തൊട്ട് മുമ്പുള്ളതല്ല, ഈ ഡേറ്റയാണ്. ഈ ഡേറ്റ പ്രകാരമാണ് ഇക്വേഷൻ മാറ്റം വരുത്തേണ്ടത്. 4x1 പ്ലസ് 2x2 ഇസ് ഈക്വൽ ടു M എത്രയാണ്? M ഡാഷ് ആണ് 20. ഇതാണ് പുതിയ ബജറ്റ് രേഖയുടെ ഇക്വേഷൻ. ഇനിയും കണ്ടുപിടിക്കേണ്ടത് ഇൻ്റർസെപ്റ്റുകളാണ്. അപ്പം ന്യൂ എന്തായിരിക്കും? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഇക്വേഷൻ എങ്ങനെ എഴുതും? M/P2. ശരിയാണോ? നമുക്കിവിടെ M ഡാഷ് എന്നിട്ടാലേ കറക്റ്റ് ആകുകയുള്ളൂ. M ഡാഷ് ബൈ P2 ഇസ് ഈക്വൽ ടു 20/2 ഇസ് ഈക്വൽ ടു 10. മുമ്പേ എത്ര ആയിരുന്നു? തൊട്ട് മുമ്പ് 6 ആയിരുന്നു. ഇപ്പോൾ എത്ര കിട്ടി? 10 ആണ്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഇൻകം കൂടിയപ്പോൾ വർദ്ധിച്ചു എന്ന് വെച്ചാൽ അർത്ഥം മാംഗോയുടെ ഗുഡ് 2-ൻ്റെ കൂടുതൽ അളവ് അദ്ദേഹത്തിന് വാങ്ങാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടുതൽ വരുമാനം ഉണ്ട്. അടുത്തത് നോക്കൂ, ന്യൂ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഇക്വേഷൻ പറയൂ. M/P1 എന്നാണ് പഠിച്ചിട്ടുള്ളത്. മാറ്റമായതുകൊണ്ട് M ഡാഷ് എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു M ഡാഷ് 20 ഡിവൈഡ് ബൈ P1-ൽ മാറ്റമില്ല. ദാറ്റ് ഈസ് 4 ഈക്വൽ ടു 5. ഈ 5 നമ്മുടെ ഗ്രാഫിൽ എവിടെ വരുമെന്ന് നോക്കിക്കേ. ഏത് പോയിന്റിൽ വരുന്നു? ഈ പോയിന്റിൽ വരും. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ബനാനയാണ്. എക്സൈസ് എടുക്കുക. ബനാനയുടെ പരമാവധി എത്ര എണ്ണം വാങ്ങിക്കാം? ഇപ്പോൾ 5 എണ്ണം വാങ്ങാം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇൻകം മാറിയപ്പോൾ ഉപഭോക്താവിൻ്റെ മാംഗോയുടെയും ബനാനയുടെയും കൂടുതൽ അളവുകൾ കിട്ടുന്നുണ്ട്. ഇൻ്റർസെപ്റ്റുകൾ വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കുക. ഇൻ്റർസെപ്റ്റുകൾ വർദ്ധിച്ചു. ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് റൈസസ്. ഈ 2 ഇൻ്റർസെപ്റ്റുകളെ യോജിപ്പിച്ചുകൊണ്ട് നമ്മളൊരു രേഖ വരയ്ക്കുകയാണെങ്കിൽ അതാണ് പുതിയ ബജറ്റ് ലൈൻ. ന്യൂ ബജറ്റ് ലൈൻ ഇതാണ്. ന്യൂ ബജറ്റ് ലൈൻ ഇക്വേഷൻ ഏതാണ്? 4x1 plus 2x2 is equal to 20. That means this budget line is based on 4x1 plus 2x2 is equal to 20. Means ഈ ബജറ്റ് രേഖ നിലവിലെ ഫിക്സഡ് ഇൻകമായ 20 രൂപയിൽ സാധനങ്ങളുടെ വില 4.2 ഉള്ള ബണ്ടിലുകളുടെ സംയോഗങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? പുതിയ ബജറ്റ് രേഖ കിട്ടിയ വിധം മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചേഞ്ച് ഉണ്ടായി? ഇവിടെ ഒരു പുതിയ ഇക്വേഷൻ ഉണ്ടായി.
വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കൂടി, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കൂടി, ഇൻക്രീസ്ഡ്. ഇനി സ്ലോപ്പ് നോക്കാം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു P1 ഉം P2 മാറ്റമില്ല. സോ P1/P2. P1 മാറുന്നില്ലല്ലോ, അതുകൊണ്ട് P1/P2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു. തൊട്ട് മുമ്പത്തെ സ്ലോപ്പ് എത്ര തന്നെയായിരുന്നു? 12, 4, 2 ആയിരുന്നപ്പോഴും സ്ലോപ്പ് എത്ര തന്നെ? 2 ആണ്. സ്ലോപ്പിൻ്റെ മീനിങ് അറിയാമല്ലോ. ബനാനയുടെ 1 യൂണിറ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ മാംഗോയുടെ എത്ര അളവ് ഉപേക്ഷിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൽ മാറ്റമില്ല. കാരണം എന്താണ്? പ്രൈസ് മാറിയിട്ടില്ല. അതേ കാര്യം നമുക്ക് ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനിഷ്യലായിട്ടുണ്ടായിരുന്ന ബജറ്റ് രേഖയ്ക്ക് സമാന്തരമായിട്ടാണ് പുതിയ ബജറ്റ് രേഖ മാറുന്നത്. മനസ്സിലായില്ലേ? എന്നൂടെ പറയാം. നിലവിലെ ബജറ്റ് രേഖയ്ക്ക് സമാന്തരമായി വലത്തോട്ടാണ് ഈ ബജറ്റ് രേഖ മാറുന്നത്. ഇങ്ങനൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടില്ലേ? ആ മാറ്റത്തെ എന്ത് പേര് പറയും? The budget line shifts parallel to the right. വലത്തോട്ട് മാറി. ഇതാണല്ലോ രേഖ. വലതുവശത്തേക്കാണ് മാറ്റം. ഇതിനെ മറ്റൊരു പേരും പറയാം. 2 വാക്കുകളൂടെ പഠിച്ചിരിക്കണം എളുപ്പത്തിന് വേണ്ടി. നിലവിലെ ബജറ്റ് രേഖയുടെ പുറത്തോട്ടാണ് മാറുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? ദർ ഈസ് ഔട്ട്വേർഡ് ഷിഫ്റ്റ് എന്ന് പറയാം. നിലവിലെ ബജറ്റ് രേഖയ്ക്ക് മുകളിലേക്കാണ് മാറുന്നത്. അപ്പോഴും എന്ത് പറയാം? ഷിഫ്റ്റ് പാരലൽ ടു അപ്വേർഡ് എന്നും പറയാം. എന്തൊക്കെയാണ്? ഷിഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ഔട്ട്വേർഡ് എന്ന് പറയുക, അപ്വേർഡ് എന്ന് പറയുക. ഇത്രയും മാറ്റങ്ങളാണ്, ഈ രീതിയിലാണ് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും നിങ്ങൾ പഠിക്കേണ്ടത്. ഞാനിപ്പോൾ ഡേറ്റ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് പൊതുവായിട്ട് ഡേറ്റ ഒന്നും ഇല്ലാതെ എങ്ങനെ പറയാം എന്ന് നോക്കാം. എങ്ങനെ പറയാം? സപ്പോസ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ് ഫ്രം M to M dash. Then new equation of budget line becomes P1 x1 plus P2 x2 is equal to M dash. New vertical intercept M dash by P2 rises. New horizontal intercept M dash by P1 rises. Slope remains the same. സ്ലോപ്പിൽ മാറ്റമില്ല. അടുത്തായിട്ട് പറയേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ബജറ്റ് രേഖയുടെ ഷിഫ്റ്റാണ്. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? എങ്ങനെ പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്? ദ ഹോൾ ബജറ്റ് ലൈൻ, ഇനിഷ്യൽ ബജറ്റ് ലൈൻ ഷിഫ്റ്റ്സ് പാരലൽ ടു ദ റൈറ്റ് ഓർ ഔട്ട്വേർഡ് ഓർ അപ്വേർഡ്. ഇത്രയും കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത് മറക്കാതെ പഠിക്കണം. ഇനി നമുക്ക് അടുത്ത മാറ്റം ഇൻകവുമായി ബന്ധപ്പെട്ട, ചേഞ്ച് ഇൻ ഇൻകവുമായി ബന്ധപ്പെട്ട ഡിക്രീസ് ഇൻ ഇൻകം ഉണ്ടാകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബജറ്റ് ലൈൻ എന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെയും നമ്മൾ മുമ്പ് പറഞ്ഞ ഡേറ്റ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഡേറ്റയുടെ ബേസിൽ നമുക്ക് വരുമാനം മാറിയാൽ എന്തൊക്കെയാണ് മാറ്റമുണ്ടാകുക നമുക്ക് നോക്കാം. ഇനിഷ്യലായിട്ടുള്ള ഇൻകം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ അറിയാം. ഇൻകം ഓഫ് ദ കൺസ്യൂമർ 12, പ്രൈസ് P1 4, പ്രൈസ് P2 2. അപ്പോൾ ഇനിഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? ബജറ്റ് ലൈൻ എന്താണെന്നറിയാം. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 6 ആണ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 3 ആണ്, സ്ലോപ്പ് 2 ആണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ ഇൻകം 8 ആയിട്ട് കുറയുകയാണ്. പക്ഷേ പ്രൈസ് P1ഉം P2ലും മാറ്റമില്ല. ഇങ്ങനെയാണെങ്കിൽ എന്ത് മാറ്റമുണ്ടാകും? ഇനിഷ്യൽ സ്റ്റേജ് നമുക്കറിയാം. ഇതാണ് ബജറ്റ് രേഖയുടെ ഇനിഷ്യൽ സ്റ്റേജ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്നും ഈ രേഖയിൽ നിന്നും നോക്കൂ, ഒറിജിനൽ ഇക്വേഷൻ ഇതാണ്. 4x1 plus 2x2 is equal to 12. ദാറ്റ് മീൻസ് 12 രൂപ വരുമാനവും 4, 2 വിലകളുമാണെങ്കിൽ ബജറ്റ് രേഖ, നിലവിലെ ബജറ്റ് രേഖ ഇതാണ്.
ഇതിലെന്ത് മാറ്റമുണ്ടാകും എന്നാണ് ഇനി നോക്കേണ്ടത്. ഇതിൻ്റെ ബേസിൽ പുതിയ ബജറ്റ് ലൈൻ എത്രയാണ്? ഇക്വേഷൻ എങ്ങനെ എഴുതും? P1 x1 പ്ലസ് P2 x2 ഇസിക്കൽ ടു എം ആണ്. പക്ഷേ എം ഇവിടെ കുറയുകയാണ്. 12 എന്നുള്ള എത്രയായിട്ട് മാറി? 8 ആയതുകൊണ്ട് സപ്പോസ് തിരിച്ചറിയാൻ വേണ്ടി എം ഡബിൾ ഡാഷ് എന്നും കൊടുക്കുക. സംശയമൊന്നുമില്ല, കാരണം 12 എം കുറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി, ഈ പ്രോബ്ലത്തിൽ കാണിക്കാൻ വേണ്ടി എം ഡാഷ് ഡബിൾ ഡാഷ് എന്ന് കൊടുത്തു. ഇക്വേഷൻ എങ്ങനെ എഴുതി? അറിയാവുന്നതല്ലേ? 4x1 പ്ലസ് 2x2 ഇസിക്കൽ ടു എം ഡബിൾ ഡാഷ്. എം ഡബിൾ ഡാഷിൻ്റെ അവിടെ 8 എന്ന് കൊടുക്കണം. ന്യൂ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എങ്ങനെ എഴുതും? എം ബൈ P2 ആണ്. ഇവിടെ അത് എം ഡബിൾ ഡാഷ് എന്ന് എഴുതിക്കൊള്ളുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/2 4 ആണ്. നോക്കൂ, ഇൻകം കുറഞ്ഞപ്പോൾ മാംഗോ നേരത്തെ 6 എണ്ണം വാങ്ങിക്കുന്നത് ഇപ്പോൾ എത്രയായിട്ട് കുറഞ്ഞു? 4 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ആ 4 ഈ ഗ്രാഫിൽ നിന്ന് പ്ലോട്ട് ചെയ്യും. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്തായി? കുറഞ്ഞു. 6-ൽ നിന്ന് 4 ആയി കുറഞ്ഞു. എന്താണ് സംഭവിക്കാൻ കാര്യം? ഇൻകം കുറഞ്ഞു. ഇനി ന്യൂ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് നോക്കൂ. എന്താണ് ഇക്വേഷൻ? എം ബൈ P1 ആണ്. ഇവിടെ ഇൻകം കുറഞ്ഞത് കൊണ്ട് നമ്മൾ എം ഡാഷ് ഡബിൾ ഡാഷ് എന്ന നൊട്ടേഷൻ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/4. P1 എത്രയാണ്? 4 ആണ്. 2. ന്യൂ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എവിടെ മാർക്ക് ചെയ്യാം? ഹൊറിസോണ്ടൽ ആക്സിസിൽ ബജറ്റ് രേഖ വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതായിരിക്കും, 2. അപ്പോൾ ഇൻകം കുറഞ്ഞപ്പോൾ 8 കുറഞ്ഞപ്പോൾ, അതായത് 12-ൽ നിന്ന് 8 രൂപയായി കുറഞ്ഞപ്പോൾ ലഭ്യമാകുന്ന ഗുഡ് വൺ ബനാനയുടെ അളവും കുറഞ്ഞു. അപ്പോൾ ഈ ഇൻകം കുറഞ്ഞപ്പോഴുള്ള ഇപ്പോഴത്തെ ബജറ്റ് ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റുകൾ ഏതൊക്കെയാണ്? 4, 2 ആണ്. ഈ 4ഉം 2ഉം കൂടെ യോജിപ്പിക്കുമ്പോൾ ഞാൻ ഡോട്ട് ലൈൻ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് ഉണ്ടാകുന്ന കേസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒറിജിനൽ ബജറ്റ് ലൈനാണ്, ഡോട്ട് ലൈൻസ് ആണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ ബജറ്റ് രേഖ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങോട്ട് മാറി. എങ്ങോട്ടാണ് മാറിയത്? ഇടത്തോട്ടാണ് മാറിയത്, ലെഫ്റ്റിലേക്ക്. നിലവിലെ ബജറ്റ് രേഖ ഇതാണല്ലോ. എങ്ങോട്ട് മാറി? ഇടത്തോട്ട്. പൂർണ്ണമായും ഇടത്തോട്ട് മാറി. ഇനി 2 വാക്കുകൂടെ പറയാം. നിലവിലെ ബജറ്റ് രേഖയ്ക്ക് അകത്തോട്ടാണ് മാറിയത് കൊണ്ട് ഇൻവേർട്സ് എന്ന് പറയാം. എന്താണ്? ഇൻവേർട്സ്, അകത്തേക്ക് മാറി. അല്ലെങ്കിൽ നേരത്തെ ഉള്ള ബജറ്റ് രേഖ താഴേക്കാണ് പൂർണ്ണമായിട്ടും മാറുന്നത്, അതുകൊണ്ട് ഡൗൺവേർഡ് എന്നും പറയാം. അപ്പോൾ ബജറ്റ് രേഖയുടെ ഷിഫ്റ്റ് എങ്ങനെ പറയും? ദ ഹോൾ ബജറ്റ് ലൈൻ. തൊട്ട് മുമ്പ് പറഞ്ഞ അതേ സെൻറ്റൻസ് അല്പം മാറ്റി പറഞ്ഞാൽ ഈസിയാണ്. എങ്ങനെയാണ്? ദ ഹോൾ ബജറ്റ് ലൈൻ ഷിഫ്റ്റ്സ് പാരലൽ ടു ദ ലെഫ്റ്റ് ഓർ ഇൻവേർഡ് ഓർ ഡൗൺവേർഡ്. നിങ്ങൾ സ്ലോപ്പ് ഒന്ന് നോക്കിക്കേ. സ്ലോപ്പിൽ മാറ്റമില്ല. കാരണം എന്താണ്? മുമ്പ് പറഞ്ഞു, പാരലൽ ഷിഫ്റ്റ് ആണ്, സമാന്തരമായി മാറുകയാണ്. ചായ്വിൽ മാറ്റം ഉണ്ടാകത്തില്ല. സ്ലോപ്പ് പുതിയ ഡേറ്റ പ്രകാരം കണ്ടുപിടിച്ചാൽ P1 ബൈ P2 തന്നെയാണ്. P1 P2 മാറാത്തത് കൊണ്ട് P1 ബൈ P2 ആണ്. ദാറ്റ് ഈസ് 4/2 ഇസ് ഈക്വൽ ടു 2. സ്ലോപ്പ് മാറിയോ? ഇനിഷ്യൽ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പും 2 തന്നെയാണ്. ഇൻകം കുറഞ്ഞപ്പോൾ ഉള്ള സ്ലോപ്പും 2 തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ സ്ലോപ്പാണ്. ഇത്രയുമാണ് ഇൻകം കുറയുമ്പോഴുള്ള ബജറ്റ് രേഖയുടെ മാറ്റം. ഇനി പൊതുവായിട്ടൊന്ന് പറഞ്ഞു, ഈ ഡേറ്റയൊന്നും ഇല്ലാതെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താണ്? സപ്പോസ് income of the consumer decreases from M to M double dash, then equation of new budget line becomes P1 x1 plus P2 x2 is equal to M double dash. New vertical intercept new vertical intercept falls. ന്യൂ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുകയാണ് എന്ന് പഠിച്ചു വെക്കണം. ഇൻകം കുറയുമ്പോൾ M double dash P2. ന്യൂ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഫോൾസ്, കുറയുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ്, M double dash P1. സ്ലോപ്പ് റിമൈൻസ് ദ സെയിം. ദിസ് നോട്ട് ചേഞ്ച് ഇൻ ദ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ. സ്ലോപ്പ് ഡസ് നോട്ട് ചേഞ്ച്.
ഇനിയും പറയേണ്ടത് ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് എങ്ങനെ പറയും? ദ ഹോൾ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ്സ് ടു ദി ലെഫ്റ്റ്. ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? 4x1 plus 2x2 is equal to 8 ആണ്. ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ് ഓർ ഇൻവേർഡ് ഓർ ഡൗൺവേർഡ്. ഇതാണ് ഡിക്രീസ് ഇൻ ഇൻകവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ. അപ്പോൾ ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് ലൈനിൽ ആദ്യ വേരിയബിളായ ഇൻകം ഓഫ് ദ കൺസ്യൂമറിൻ്റെ ചേഞ്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ. അതായത് ഈ P1ൻ്റെ വിലയിൽ ഒരു മാറ്റമുണ്ടായാൽ എന്തായിരിക്കും ബഡ്ജറ്റിലേക്ക് സംഭവിക്കുക എന്ന കാര്യമാണ് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. അവിടെ പറയുന്നത് എന്താണ്? ബേസിക് ഡേറ്റ സെയിം ആണ് അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞ അതേ ഡേറ്റ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇൻകം ഓഫ് ദ കൺസ്യൂമർ 12, P1 4, P2 2. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? പ്രൈസ് ഓഫ് ഗുഡ് വൺ ഫോൾസ്. ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് P1 കുറയുന്നു. എത്രയായിട്ട് കുറയുകയാണ്? 2 കുറയുന്നു. ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ് 2 മാറുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ മാറ്റമൊന്നും ഇല്ല. മാറിയത് ഏതാണ്? P1 ആണ് മാറ്റപ്പെട്ടിട്ടുള്ളത്. ആ മാറിയ P1 തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ P1' എന്ന് കൊടുക്കുന്നു. P1 ആണ്, P1 തന്നെയാണ്. മാറ്റത്തെ കാണിക്കാൻ വേണ്ടി ഡാഷ് എന്ന് കൊടുക്കുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? ബേസിക് ഇക്വേഷൻ അറിയാമല്ലോ. ഈ ഡേറ്റ പ്രകാരം 12/4/2 12 രൂപയിൽ വരുമാനത്തിൽ 2, 4 വിലകളിൽ ബഡ്ജറ്റ് രേഖ ഇതാണ്. ഗുഡ് 2 6 യൂണിറ്റ്, ഗുഡ് 1 3 യൂണിറ്റ്. ഇതിനകത്ത് എന്ത് മാറ്റമുണ്ടാകും ഈ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ? അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഇക്വേഷൻ എങ്ങനെ എഴുതും? P1 x1 plus P2 x2 is equal to m എന്നാണ്, അതറിയാം. പക്ഷേ ഇവിടെ ന്യൂ ഇക്വേഷൻ ആകുമ്പോൾ P1 ഒരു മാറ്റം ഉണ്ടായതുകൊണ്ട് അതിനെ P1' എന്ന് കൊടുക്കുക. ചെറിയ മാറ്റം. ഇക്വേഷൻ എങ്ങനെ എഴുതാം? 2x1 plus P1' 2 ആണ്, P2 പഴയ വിലയായ 2 തന്നെ, x2 is equal to m12. ഇനി ന്യൂ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് നോക്കാം നമുക്ക്. ഡേറ്റ മാറുമ്പോൾ ഒരു കാര്യം ഓർത്ത് നോക്കിയതിന് മുന്നോടിയായിട്ട്, ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ, അതായത് ബനാനയുടെ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ അളവ് സാധനം വാങ്ങിക്കാൻ സാധിക്കുമെന്ന സിമ്പിൾ ലോജിക്ക് ഇവിടെ എങ്ങനെ പ്രൂവ് ചെയ്യുന്നു? ഇത്രയേ ഉള്ളൂ അല്ലേ? മാംഗോയുടെ വില മാറുന്നില്ല, അപ്പം മാംഗോയുടെ അളവിൽ മാറ്റം ഉണ്ടാകത്തില്ല ഇല്ലേ? ന്യൂ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ മാറ്റം ഉണ്ടാകത്തില്ല. അത് നോക്കിക്കൂ. ന്യൂ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഇക്വേഷൻ എന്താ? m/P2. കാരണം ഇവിടെ ഡേറ്റ m തന്നെയാണ്, P2 2 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മാറ്റമൊന്നുമില്ലാത്തത് കൊണ്ട് 12/2 is equal to 6. ഇവിടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ പുതിയ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും 6 തന്നെയാണ്, പഴയ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്ര തന്നെയാണ്? 6 തന്നെയാണ്. മാറ്റം ഉണ്ടാകുന്നില്ല. കാര്യം എന്താണ്? P2ൻ്റെ വില കൂടിയിട്ടില്ല അല്ലെ, ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ മാറ്റമില്ല. ന്യൂ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് നോക്കൂ. m/P1 ആണ് ഇക്വേഷൻ എന്നറിയാം. മാറ്റം എങ്ങനെ കാണിക്കുന്നു? P1' എന്ന് കാണിക്കുന്നു. ഇത് മാറിയത് കൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 12/P1' എത്രയാണ്? 2 is equal to 6. നോക്കൂ, നേരത്തെ 3 മാത്രമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ബനാനയുടെ എത്ര യൂണിറ്റായിട്ട് വർദ്ധിച്ചു? 6 യൂണിറ്റായിട്ട് വർദ്ധിച്ചു. കാര്യം എന്താണ്? നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ അളവുകൾ നമുക്ക് വാങ്ങാൻ പറ്റും. പുതിയ ബജറ്റ് രേഖയുടെ ഇൻ്റർസെപ്റ്റുകൾ മാംഗോയുടെ 6ഉം ബനാനയുടെ 6ഉം ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യിക്കുമ്പോൾ, when these two intercepts are joined by a straight line, we get the new budget line. This is the new budget line based on price 2x1 plus 2x2 is equal to 12. ഇവിടെ ഏത് മാറിയപ്പോഴാണ് ഈ ബജറ്റ് രേഖ ഉണ്ടായത്? ഗുഡ് 1ൻ്റെ ബനാനയുടെ വില കുറഞ്ഞപ്പോഴാണ്. 2x1 plus 2x2 is equal to 12. ഇനി നമുക്ക്
സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ നോക്കി, P1/P2 ആണ് സ്ലോപ്പ്. പക്ഷേ നിലവിലെ ഡേറ്റ പ്രകാരം P1 എന്തായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്? P1' ആയി. ആ മാറ്റം മാത്രം അവിടെ കാണിക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 2/2 ഇസ് ഈക്വൽ ടു 1. നോക്കൂ, പ്രൈസ് ഓഫ് ഗുഡ് 1 ഫോൾ കുറയുമ്പോൾ സ്ലോപ്പ് എന്ത് ചെയ്തു? തൊട്ട് മുമ്പ് 2 ആയിരുന്നത് ഓർമ്മയുണ്ടല്ലോ. പഴയ ഡേറ്റ പ്രകാരം സ്ലോപ്പ് 2 ആണ്. എത്രയായിട്ട് മാറി? 1 ആയിട്ട് മാറി. സ്ലോപ്പ് കുറഞ്ഞു. അതുകൊണ്ട് സ്ലോപ്പ് കുറയുന്നത് കൊണ്ടാണ് ഈ ബജറ്റ് രേഖയുടെ മാറ്റം ഒന്ന് നോക്കിക്കേ. ഇംഗത്തിൽ പറഞ്ഞ പോലാണോ ഇവിടെ മാറിയേക്കുന്നത്? വലത്തോട്ടാണ് മാറ്റം അല്ലേ? പക്ഷെ പൂർണ്ണമായി മാറുന്നുണ്ടോ? ഇല്ല. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ മാറ്റമില്ലാതെ ബജറ്റ് രേഖ വലത്തോട്ട് മാറുന്നു. എവിടെയാണ് ആ മാറ്റം വരുന്നത്? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൽ മാത്രമാണ് ആ മാറ്റം ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് മാത്രം മാറാൻ കാരണം? ബനാനയുടെ വില മാത്രം മാറിയതുകൊണ്ടാണ്. ഈ മാറ്റത്തെ നിങ്ങൾ എങ്ങനെ എഴുതും? വലത്തോട്ടാണ് മാറിയത്, പുറത്തോട്ടാണ് മാറിയത് അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ പറയണം, ദർ ഈസ് റൈറ്റ്വേഡ് ഓർ ഔട്ട്വേഡ് ഷിഫ്റ്റ് ഓഫ് ബജറ്റ് ലൈൻ ഇൻ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. പഠിക്കാൻ പ്രയാസമില്ലല്ലോ. ദർ ഈസ് റൈറ്റ്വേഡ്, വലത്തോട്ടാണ്, അല്ലെങ്കിൽ ഔട്ട്വേഡ് ആണ്. എവിടെ? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വിത്തൗട്ട് ചേഞ്ച് ഇൻ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. മനസ്സിലായല്ലോ? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ മാറ്റമില്ലാതെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൽ നമ്മുടെ ബജറ്റ് രേഖ വലത്തോട്ട് മാറുന്നു അല്ലെങ്കിൽ പുറത്തോട്ട് മാറുന്നു. അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിലും നമുക്ക് പറയാം. എങ്ങനെയാണ്? ഇത് തിരിയുകയാണ്. ഇവിടെ നിന്ന് ഈ ബജറ്റ് രേഖ തിരിയുകയാണ്. അതുകൊണ്ട് എങ്ങനെ പറയാം? ദ ബജറ്റ് ലൈൻ പിവറ്റ്സ് ടു ദ റൈറ്റ്, പിവറ്റ്സ് ടു ദി റൈറ്റ് ഓർ ഔട്ട്വേഡ് എറൗണ്ട് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കേന്ദ്രമാക്കിക്കൊണ്ട് ഈ ബജറ്റ് രേഖ വലത്തോട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് തിരിയുന്നു, മാറുന്നു. ഇതാണ് പ്രൈസ് ഓഫ് ഗുഡ് 1 കുറയുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച്. പൊതുവായിട്ട് നമുക്ക് ഈ മാറ്റത്തെ ഒന്ന് വിശദമാക്കാം. എങ്ങനെയാണ്? സപ്പോസ് പ്രൈസ് ഓഫ് ഗുഡ് 1 falls from P1 to P1', then new equation of budget line becomes P1' x1 plus P2 x2 is equal to m. New vertical intercept remains the same as m/P2. New horizontal intercept rises, കൂടുകയാണ്. That is m/P1'. Slope of the budget line falls. Slope of the budget line falls. The budget line shifts rightward or outward in horizontal intercept without change in vertical intercept, or the budget line pivots to the right or upward around വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ സ്ലോപ്പ് കുറയുന്നത് കൊണ്ട് പുതിയ ബജറ്റ് രേഖയുടെ ചായ്വ് കൂടുതൽ പരന്നതാണ്, ഫ്ലാറ്ററാണ്. ദ ബജറ്റ് ലൈൻ ബിക്കംസ് മോർ ഫ്ലാറ്റർ ബിക്കോസ് സ്ലോപ്പ് ഡിക്രീസസ്. ഇത്രയും കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്.